ഹായ് കൂട്ടുകാരെ, ഞാൻ ഗ്രീഷ്മയാണ്. നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേ കേട്ടോ. സംഭവം വേറൊന്നും അല്ല, മന്ത്രകോടി എടുക്കാൻ പോവാ കേട്ടോ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ചേച്ചീനെ വിളിച്ചു നമ്മളും കൂടെ പോകുന്നത്. ഞാൻ പ്രൈവറ്റ് ബസ്സിനാണേ പോയത്. പ്രൈവറ്റ് ബസ്സിന് എന്നിട്ട് തിരുവല്ല ഇറങ്ങിയിട്ട് അവിടെ ചേട്ടനും ചേട്ടൻ്റെ അമ്മയും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന കാറിൽ. അപ്പൊ നമ്മൾ കാറിലൊക്കെ കയറി നമ്മൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോവാ കേട്ടോ. അവിടെ നിന്ന് ആലപ്പുഴയ്ക്കാണേ പോയി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇതട്ടോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡ്. അപ്പൊ നമ്മൾ ആലപ്പുഴയിലോട്ട് പോവാ കേട്ടോ. നമ്മൾ പൊക്കോണ്ടിരിക്കുക കാറിലിട്ടോ പോകുന്നത്. വഴി നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് മുതുക്ക് വിശപ്പായിരുന്നേ. നമ്മൾ ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളൊരു 10 ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഒരു 12 മണിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത്. നമ്മൾ ആലപ്പുഴയിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. റോഡ് പണി കാരണം നല്ല ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, ഇത് ഹൗസ് ബോട്ട് എല്ലാം നിരന്നടക്കുന്നുണ്ടില്ലേ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ കയറി കേട്ടോ. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ച സമയമാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും മാളുവും കൂടെ ചോറായിരുന്നു എടുത്തത്. ഞങ്ങൾക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ മീൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. ചേട്ടനും ചേച്ചി അമ്മയും കൂടെ ബിരിയാണി കേട്ടോ വാങ്ങിച്ചത്. അവർക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വിട്ടത് കടയിലേക്കായിരുന്നു. തുണിക്കടയിൽ പോയി നമുക്ക് ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് നമ്മൾ പറഞ്ഞത് നമുക്ക് മന്ത്രകോടി എടുക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 2 പേര് വന്ന് കൂട്ടിയിട്ട് മുകളിലേക്ക് കൂട്ടിയിട്ട് പോയായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കുറേ സാരി നോക്കി കേട്ടോ. കുറേ നോക്കി ലാസ്റ്റ് ഞങ്ങൾ ഒന്ന് തീരുമാനിച്ച്. പിന്നെ നമുക്ക് 3 സാരി ഉടുപ്പിച്ച് ചേച്ചിനെ കാണിച്ചു തന്നു. അവിടെ ഒരു കുഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു വെഡിങ്ങിന് സാരി എടുക്കാൻ വന്ന ആൾക്കാരായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഒരേ പാട്ടിടുമ്പോൾ. നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനലായിട്ട് തീരുമാനിച്ച് ഇതാണ് എടുത്തത് സാരിയെ. അത് കഴിഞ്ഞ് നമ്മളൊരു സെറ്റ് മുണ്ടും എടുത്തായിരുന്നേ. അത് ഇതാണ് ചേച്ചിക്ക് തന്നെ കേട്ടോ നമ്മൾ എടുത്തത്. പിന്നെ നമ്മളോട് ഒരു ചേച്ചീനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് എല്ലാ കാര്യത്തിനും ഓടി നടക്കാനൊക്കെ. അപ്പോൾ ആ ചേച്ചി നമ്മൾക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സെല്ലാം ആ ചേച്ചി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടന് മണ്ടയ്ക്ക് മുണ്ടും ഷർട്ട് എടുക്കാൻ പോയി. ഇതാട്ടോ ചേട്ടൻ എടുത്ത ഷർട്ട്. അത് കഴിഞ്ഞ് ബെന്നിന് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഷർട്ട് ബാഗ് പാൻറ്റൊക്കെ എടുത്തായിരുന്നു. നമുക്കും പോയി ഡ്രസ്സൊക്കെ നോക്കി. നമുക്ക് ഇതിനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മണ്ടയ്ക്കൊന്ന് പോയി ബോയ്സിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ലാസ്റ്റിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ഷർട്ടും ബാഗും എടുക്കുമായിരുന്നു. ഞാനും മാളും എടുത്തായിരുന്നേ. കുറേ നേരം തപ്പിയിട്ട് കേട്ടോ കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലെല്ലാം അടിച്ച് നമുക്ക് നമ്മുടെ സാധനം പാക്ക് ചെയ്ത് കിട്ടിയ സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. കാറ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടേക്ക് അവിടെ കൊണ്ടിട്ട് സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി നമ്മൾ എവിടേക്കായിരിക്കും. ആലപ്പുഴ വന്നിട്ട് നമ്മൾ ബീച്ചിൽ കയറാതെ പോവുക. നമ്മൾ ബീച്ചിലും കയറിയിട്ടോ പോകുന്നത്. കുറേ നേരം നമ്മൾ റിക്വസ്റ്റ് ചെയ്താട്ടോ ചേട്ടനോട്. ആദ്യം ചേട്ടൻ പറഞ്ഞു നമ്മളെയൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അയ്യോ അങ്ങനെ പറയില്ലേ, നമ്മളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അവിടെ ചെന്നിറങ്ങി. ആഹാ എന്തൊരു സുഖം, നല്ല നാറ്റം, ഭയങ്കര നാറ്റമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി നേരെ നടന്ന് ബീച്ചിലേക്ക്. അവിടെ എന്തോ പരിപാടി എങ്ങാണ്ട് നടപ്പുണ്ടായിരുന്നേ. എന്ത് സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു. നല്ല അഴിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സൂര്യനൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒന്നും കാണാത്ത പിള്ളേരെ പോലെ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ കല്ലുമ്മ പിന്നെ കക്ക റോസ്റ്റ് ചെയ്ത് ചിക്കൻ വറുത്തത് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അതിൽ വാങ്ങിച്ചത് കപ്പയും കല്ലുമ്മക്കായായിരുന്നു. അത് വാങ്ങിച്ച് അതിനകത്തോട്ട് ഒരു ചമ്മന്തിയും കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ച് പിന്നെ കുറച്ച് ചായയും കുടിച്ചപ്പോഴത്തേന് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ബീച്ചിലോട്ട് ചാടി ഇറങ്ങി. അവിടുന്ന് നമ്മൾ നേരെ ചേട്ടൻ നമ്മളെല്ലാം കൂടെ പൊക്കെടുത്തിട്ട് കാറിൽ കാല് കഴുകിയിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. നമ്മളൊരു കാലൊക്കെ കഴുകിയിട്ടോ കാറിൽ കയറിയത്. പിന്നെ ബീച്ചിൽ അവിടെ മീനിൻ്റെ സ്പായൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കാറെടുത്ത് വിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവേ കോഴ്സിൻ്റെ അവിടെ കിടന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്തുവാന്ന് വെച്ചാൽ ട്രെയിൻ വരുന്ന കണ്ടു. ട്രെയിനകത്തുനിന്ന് ഒരു കൈയും വെളിയിലോട്ട് വന്നിട്ട് ദാണ്ട് ചാർജർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ട്രെയിനാണ്ട് ഷൂന്ന് പറഞ്ഞു കേട്ടോ പുറയിലോട്ട് പോയത്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. പിന്നെ ഈ ട്രെയിനെ ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല. പിന്നെ നമ്മളെ മുന്നിൽ കൂടെ പാഞ്ഞു പോയത് വേറൊരു സംഭവമായിരുന്നു. കാണിച്ചിറങ്ങി കേട്ടോ. വേറെ ആര്, നമ്മുടെ വന്ദേ ഭാരത് തന്നെ ആണ്ട് പോകുന്നു ഷൂന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്ദേ ഭാരതൊക്കെ പോയിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അങ്ങ് പോവാട്ടോ വീട്ടിലേക്ക്. ഇനി വേറൊന്നും നോക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6:45 ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.